അവർക്ക് താല്പര്യമുള്ളത് എന്താ? ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യണം, കർമ്മശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം, മസാലകളെ കുറിച്ച് ചർച്ച ചെയ്യണം, എന്നിട്ട് പരിഹസിക്കണം. ഇതാ സഹോദരങ്ങളെ, നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ചാനൽ വിചാരണയിലൂടെ നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതാണ്. എന്താണ് അവർ ചോദിക്കുന്ന വിഷയം? അവർ പല കർമ്മശാസ്ത്ര വിഷയങ്ങളാണ്. ഇസ്ലാമിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ചില കാര്യങ്ങൾ ഹലാലും തോന്നുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹറാമുമാണോ എന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ ചാനലുകളിലൂടെ ഈ ചർച്ച നമ്മൾ കേൾക്കുക. സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മളൊരു ചോദ്യം ചോദിക്കുക, ഒരു പുരുഷന് ഒരു സ്ത്രീയെ തൊടാൻ പാടുണ്ടോ? ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് തൊടാൻ പാടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പറയും ഇല്ല, ഹറാമാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ പിന്നെ ചികിത്സിക്കാൻ വേണ്ടി തൊടുന്നതോ? ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും ഒക്കെ തൊടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല ഒരു ഡോക്ടറുടെ അടുക്കൽ പോയാൽ. അപ്പം പിന്നെ നമുക്കത് എന്താവും? അത് നമുക്ക് അനുവദനീയമാകുന്നു എന്ന്. എന്തുകൊണ്ടാണ് അത് അനുവദനീയമാകുന്നത്? ഒരു വ്യക്തിയുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് അനുവദനീയമാകുന്നത്. അതിന് കൃത്യമായിട്ട് ഉത്തരമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച്. അതൊരു കർമ്മശാസ്ത്ര വിഷയമാണ് എന്നർത്ഥം. എങ്ങനെയാണ് ഉത്തരം? അതിന് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും തരണം. അത് എന്താണ്, എങ്ങനെയാണ് അത് ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ചർച്ചയായിട്ട് അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് പറയാൻ ഒരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും ആ വിഷയം സംസാരിക്കാൻ തരണ്ടേ?